ആഗ്രഹിക്കുക, ഭൗതികതയിൽ പരിപൂർണത നേടുവാൻ ആഗ്രഹിക്കുക എന്നീ സംഗതികൾ ഭക്തി സേവനത്തിന് വിപരീതങ്ങളാണ് എന്ന് ശ്രീലഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂറും ഇത്തരുണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത്തരം അസ്ഥിര പ്രവർത്തനങ്ങളിൽ പാടെ വിമുഖനായി ഭക്തി സേവനത്തിന് ഉതകുന്ന യമനിയമാദികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. ഭഗവത്ഗീത പ്രസ്താവിച്ചിരിക്കുന്നതനുസരിച്ച് യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതേ ഭൂതാനി സാ നിശാം പശ്യതോ മുനേ. എല്ലാ ഹലോ ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് മൂന്നാമത്തെ ശ്ലോകത്തിൽ വന്നിട്ട്, രണ്ടാമത്തെ ശ്ലോകത്തിൽ വന്നിട്ട് ഭക്തി നശിച്ചു പോകും എന്നുള്ള കാര്യം, 6 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി നഷ്ടപ്പെട്ടു പോകും. ഈ 6 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ ഭക്തി പ്രസിദ്ധ്യതി, ഭക്തിക്ക് മുന്നേറ്റം ഉണ്ടാകും. എന്താണ്? പുരോഗതി ഉണ്ടാകും, നമുക്ക് മെച്ചപ്പെട്ട ഭക്തി ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഈ ഭക്തി മാർഗത്തില് എന്താ പറയാ, ചിലത് വൈദിക ഭക്തി എന്ന് പറയുന്നുണ്ട്. ഒരാള് നിയന്ത്രണം ഉണ്ടാകണം ഭക്തിയുടെ കാര്യത്തില്, എന്നാൽ അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ അസോസിയേഷൻ ആണ് പറയുന്നത്. അതായത് സാധുസംഘം നല്ലതാണ്, പക്ഷെ ചില സാധുസംഘം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഭക്തിയെ നശിപ്പിക്കും. അതായത് എങ്ങനെ? ഇവിടെ പറയുന്നത്, നമ്മൾ വിചാരിക്കും അസത്സംഗം എന്ന് വിചാരിക്കും. ഒരാൾ ഭൗതിക വിഷയത്തിൽ താല്പര്യം കാണിക്കുന്ന അവരുമായിട്ട് സംഘം ചെയ്താൽ നമ്മുടെ ഭക്തി നശിച്ചു പോകും എന്ന് പറയും. പക്ഷെ ഇവിടെ എടുത്തു പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ, കർമ്മി, ജ്ഞാനി, യോഗി എന്നുള്ള 3 പേരുമായിട്ടും അസോസിയേറ്റ് ചെയ്താൽ, അവരുമായിട്ട് നമ്മൾ സംഘം വെച്ചാൽ നമ്മുടെ ഭക്തിക്ക് തടസ്സം ഉണ്ടാകും. കാരണം പുരോഗതി ഉണ്ടാകില്ല. കാരണം യോഗിയുടെ കൂടെ, യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൗതിക വിഷയങ്ങളും മാറ്റിവെച്ച് ആധ്യാത്മിക ചിന്തയില് മെഡിറ്റേഷൻ, തപസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ കൂടെ ചേരുമ്പോൾ നമുക്ക് എങ്ങനെയാ ഭക്തി തടസ്സപ്പെടും എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് ഭൗതിക ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഒരു യോഗി എന്ന് പറയുമ്പോൾ അവർക്ക് എന്തിലാഗ്രഹം കൂടുതൽ എന്ന് പറഞ്ഞാൽ സിദ്ധിയിൽ ആഗ്രഹം കൂടുതലുള്ള വ്യക്തിയായിരിക്കും. അതായത് വെള്ളത്തിന്റെ പുറത്ത് നടക്കുക, അല്ലെങ്കിൽ ബോഡിയെ വെയിറ്റ്ലെസ് ആയിട്ട് മാറ്റുക, ബോഡിയെ ഭാരം കൂട്ടിയ ബോഡിയായിട്ട് മാറ്റുക, ഹെവി ആയിട്ട് മാറ്റുക, പലതരത്തിൽ അവർക്ക് ഒരു സിദ്ധിയിൽ താല്പര്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു ഭൗതികമായ ആ താല്പര്യം എന്ന് പറയുന്നത് ആധ്യാത്മിക താല്പര്യമല്ല, അത് ഭൗതികമായ താല്പര്യമാണ്. ആ താല്പര്യം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഭക്തിയിൽ നിന്ന് നശിപ്പിക്കും. കൃഷ്ണനുമായിട്ട് നമുക്കുള്ള അടുപ്പം, ബന്ധം, അതിനെ എന്ത് ചെയ്യും? ഇത് തടസ്സപ്പെടുത്തും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യരുത്. അപ്പൊ സംഘം നല്ലതാണ്, ഭക്തന്റെ സംഘം നല്ലതാണ്. എന്നാൽ ഇവിടെ ആധ്യാത്മികി എന്ന് പറയുന്ന ഈ യോഗിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാൽ നമ്മുടെ ഭക്തി നഷ്ടപ്പെടും. അതേപോലെ തന്നെയാണ് ജ്ഞാനിയും പറയുന്നത്. ജ്ഞാനി എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഭക്തിയുത സേവനം വേറെ, അല്ലാതെ ഒരുപാട് ജ്ഞാനം, 4 വേദങ്ങൾ പഠിച്ചു കാണും, ഉപനിഷത്തുകൾ പഠിച്ചു കാണും, പുരാണങ്ങൾ പഠിച്ചു കാണും. അപ്പൊ ശങ്കരാചാര്യ പറയുന്നില്ലേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഗി നഗി രക്ഷതി ദുഃഖരഞ്ജരനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ വ്യാകരണ ശാസ്ത്രം പഠിച്ചുകൊണ്ട് നമ്മുടെ കാലം തള്ളിയാൽ, കാലം കഴിഞ്ഞു പോയാൽ നമുക്കത് വേസ്റ്റ് ആണ്, നമുക്ക് ഒരു പ്രയോജനമില്ല എന്നാണ്. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി, ഇതൊന്നും രക്ഷിക്കില്ല നമ്മളെ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ജ്ഞാനം? ഇങ്ങനത്തെ ജ്ഞാനം. പക്ഷെ എന്ത് ജ്ഞാനം ആവശ്യമാണ്? പരമപുരുഷനായ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് വേണം. അപ്പോ ചിലപ്പോൾ ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ നാരായണീയം പഠിക്കാം എന്ന് പറഞ്ഞു പോവും, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം പഠിക്കാം എന്ന് പറഞ്ഞു പോവും. എന്നിട്ട് അതിൽ എങ്ങനെ ഗ്രാമർ, എങ്ങനെ വായിക്കാം, എന്ത് ചെയ്യാം, ഇങ്ങനെ മാത്രം പഠിച്ചുകൊണ്ടിരിക്കും. അതിനകത്തുള്ള കാര്യങ്ങൾ പഠിക്കില്ല.
എനിക്ക് എന്താണ് ആവശ്യം, ഞാൻ എന്താണ് ഫോളോ ചെയ്യേണ്ടത്, എൻ്റെ ആധ്യാത്മിക കാര്യത്തിന് അത് എങ്ങനെയാണ് സഹായിക്കുന്നു എന്നുള്ളതെല്ലാം വിട്ടിട്ട് ഗ്രാമറും എങ്ങനെ വായിക്കാം, എങ്ങനെ ഏത് ട്യൂണിൽ വായിക്കാം എന്നെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സമയം കുറവാണ് നമുക്ക്. നമുക്ക് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ സത്യയുഗത്തിലെ പോലെ നമ്മൾ 1,00,000 വർഷം ജീവിച്ചിരിക്കുമെങ്കിൽ ഈ 4 വേദമൊക്കെ വായിച്ച് പഠിച്ച് നമുക്ക് പോവാം. ഇപ്പൊ വെറും 100 വർഷമല്ലേ ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പൊ വളരെ സമയം കുറവാണ്. ഈ സമയത്തിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്ത് പ്രാക്ടീസ് ചെയ്യണം? ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട്. അപ്പൊ ആ ചുരുങ്ങിയ സമയത്തിനകത്ത് എത്ര കാര്യം സംസാരിക്കാം. 7 ദിവസം ഉള്ളത് കൊണ്ടാണ് പരീക്ഷിത് മഹാരാജിന് ഇത്രയും കാര്യം സംസാരിച്ചത്. അത് രാപ്പകൽ ഒന്നുമേ കഴിക്കാതെ ഫുള്ളി ഭഗവാനെ കുറിച്ച് മാത്രം സ്മരിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു. ഒരാൾ ആ സ്മരണ അങ്ങനെ കേട്ടു. അതുകൊണ്ടാണ് ഇത് ബെനിഫിറ്റ് ആയത്. അപ്പോ ആ ഒരു ശ്രീമദ് ഭാഗവതം മാത്രമേ മതിയാവും നമുക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്ത് പോകാൻ, അല്ലെ? ഒരു ഭഗവത്ഗീത മാത്രം മതിയാവും. പക്ഷെ അത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ആ ഡിവോഷനോടി പഠിക്കണം. അല്ലാതെ ജ്ഞാനിയുടെ തരത്തിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ നമുക്ക് ഉപകാരപ്പെടില്ല. അതേപോലെ കർമ്മി. വേദങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മൾ ഏറ്റെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചിട്ടയോടി കൂടി ഇന്ന കാര്യം ചെയ്യും, രാവിലെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഡിവോഷന് സഹായിക്കാത്ത കാര്യങ്ങളെല്ലാം, ഭക്തിക്ക് സഹായിക്കാത്ത കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ എന്താവും? നമ്മുടെ ഡിവോഷൻ സർവീസ് നമുക്ക് അത് വേസ്റ്റ് ആയിട്ട്. അപ്പോ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണോ കൃഷ്ണനുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്നു ആ കാര്യം. നൃഗാരി എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവ് ഭയങ്കര എന്താ പറയാ, കൃത്യമായിട്ട് ആൾക്കാർക്ക് എന്താ പറയാ, ബ്രാഹ്മണന്മാർക്കെല്ലാം ദാനം കൊടുക്കും. എല്ലാ കാര്യം യജ്ഞങ്ങൾ ഡെയിലി കൃത്യമായിട്ട് ചെയ്യും. എല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു ദിവസം ഒരു പശുവിനെ ദാനം കൊടുത്തു. ആ പശുവിനെ ഒരു ബ്രാഹ്മണൻ വാങ്ങിച്ചു കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കെട്ടി. എന്നിട്ട് പിറ്റേ ദിവസം പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇദ്ദേഹം വീട്ടിൽ കൊണ്ട് തൊഴുത്തിനകത്ത് ഇട്ടു. ആ പശു എന്താ ചെയ്യുന്നത് വെച്ചാൽ, രാത്രിയോട് രാത്രി ആ പശു ആ തൊഴുത്തിൽ നിന്ന് ഇറങ്ങി നേരെ രാജാവിന്റെ തൊഴുത്തിൽ തന്നെ വന്ന് തിരിച്ചു വീഴുന്നു. ഇതാരറിയുന്നില്ല? രാജാവ് അറിയുന്നില്ല. പക്ഷെ ആ ബ്രാഹ്മണനും അറിഞ്ഞില്ല. അത് എവിടെ പോയോ? രാജാവ് ഇന്നലെ തന്ന എനിക്ക് കിട്ടിയ പശു, ഇന്നലെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ എനിക്ക് പശു, അതിനെ ഇന്ന് കാണാനില്ല എന്ന് വിചാരിച്ചു. അപ്പൊ തിരിച്ചും ഇങ്ങനെ അദ്ദേഹം ആ പശുവിനെ അന്വേഷിച്ച് നടക്കുമ്പോ രാജാവ് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്തു വെച്ചാൽ, അടുത്ത ബ്രാഹ്മണനെ വിളിച്ചു, എല്ലാ യജ്ഞങ്ങളെല്ലാം ചെയ്തു, അവർക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. തിരിച്ചും ഇന്നലെ കൊടുത്ത അതേ സെയിം പശുവിനെ എടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. രാജാവ് അറിഞ്ഞല്ല ചെയ്തത്. രാജാവ് ഇന്നലെ ഒരാൾക്ക് കൊടുത്തു, അവരുടെ തൊഴുത്തിൽ നിന്ന് ഈ പശു തനിയെ വന്ന് രാജാവിന്റെ തൊഴുത്തിലോട്ട് വന്നിരുന്നു. രാജാവ് അറിഞ്ഞില്ല, ആ സെയിം പശുവിനെ തിരിച്ചും കൊടുത്തു. ഈ രണ്ടാമത്തെ ബ്രാഹ്മണൻ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് ആദ്യത്തെ ബ്രാഹ്മണൻ ഇന്നലെ കിട്ടിയ പശു അത് കണ്ടപ്പോൾ മനസ്സിലായി, ഇത് എന്റെ പശുവാണ്, എനിക്ക് ദാനം കിട്ടിയ പശുവാണ്. ഉടനെ പറഞ്ഞു, ഇത് എനിക്ക് രാജാവ് തന്നതാണല്ലോ, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഉടനെ ഇല്ല ഇല്ല, എനിക്ക് രാജാവ് തന്നതാണ്, ഇപ്പം എനിക്ക് ഞാൻ ഗിഫ്റ്റ് കിട്ടിയിട്ട് ഇപ്പം മേടിച്ചിട്ട് വരുന്നതാണ്, അതെങ്ങനെ ഞാൻ നിനക്ക് തരാൻ പറ്റും? ഇല്ല. രണ്ടുപേർക്കും വഴക്കായി. രണ്ടുപേരും രാജാവിന്റെ അടുത്ത് പോയി. രാജാവ് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, ഈ പശുവിനെ ഇന്നലെ കൊടുത്തത് അത് തിരിച്ചെന്റെ തൊഴുത്തിൽ വന്നത്, ഞാൻ അത് തിരിച്ചു കൊടുത്തത് ഞാൻ അറിഞ്ഞില്ല, മാപ്പാക്കണം, ഞാൻ അതിന് പകരം 100 പശുക്കളെ തരാം അങ്ങേക്ക്. അത് പറഞ്ഞു. രണ്ടാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, എനിക്ക് തന്നത് തന്നെ എനിക്ക് വേണം, എനിക്ക് 100 എണ്ണം വേണ്ട. അപ്പൊ രാജാവ് പറഞ്ഞു, 1000 പശുക്കളെ ഞാൻ തരാം. അതും പറ്റില്ല, എനിക്ക് ഇന്ന് എന്താണോ തന്നത് എനിക്ക് അത് തന്നെ മതി, ഞാൻ ഇത് അയാൾക്ക് കൊടുക്കില്ല. മറ്റേ ആൾ എന്താ പറയണത്, ഇന്നലെ എനിക്ക് തന്നത് എനിക്ക് തിരിച്ചു കിട്ടണം. ഇങ്ങനെ രണ്ടുപേരും പറഞ്ഞു. അവസാനം രാജാവ് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവ് ഇവര് വിഷമിച്ചിട്ട് പോയി. നെക്സ്റ്റ് ലൈഫില് രാജാവ് ഓന്തായിട്ട് ജനിച്ചു. എന്തിനാ ഓന്തായിട്ട് ജനിച്ചു? അപ്പോൾ ഓന്തായിട്ട് ജനിച്ചത് കൊണ്ട് കൃഷ്ണൻ തന്നെ വന്ന് അതിനെ ബെനിഫിറ്റ് കൊടുക്കും അദ്ദേഹത്തിന്. അപ്പോൾ ഈ ഓന്തായിട്ട് ജനിച്ചില്ലേ, എന്തുകൊണ്ടാണ് ഈ ഒരു രാജാവ് യജ്ഞം ചെയ്തു ബ്രാഹ്മണന്മാർക്ക് ദാനം കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഓന്തായിട്ട് ജനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേദത്തിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് ഭഗവാനെ മറന്നുപോയാൽ, ഭഗവാനെ ഓർക്കാതെ ഭഗവാന് വേണ്ടി ചെയ്യാതെ എത്ര യജ്ഞം ചെയ്താലും അതെല്ലാം ഇതുപോലെയാണ്. കർമ്മം കറക്റ്റായിട്ട് ചെയ്തു, പക്ഷെ നമുക്ക് എന്താണ്, അതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എഫക്ട് ചെയ്യും. കർമ്മം കൃത്യമായിട്ട് ചെയ്യാണ്, പക്ഷെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് നമ്മൾ എഫക്ട് ചെയ്യും. പക്ഷെ ഭഗവത് സേവനത്തിൽ ചെയ്യുമ്പോൾ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ എപ്പോഴും നമുക്കുണ്ടാവും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനത്തെ എന്താണ് ജ്ഞാനം അല്ലെങ്കിൽ കർമ്മ, യോഹ, ഇതെല്ലാം എന്താ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ ഈ അസോസിയേഷൻ, ഇങ്ങനെയുള്ള വ്യക്തിയുമായിട്ട് എടുക്കുന്ന അസോസിയേഷന് നമുക്ക് എന്തുണ്ടാവും? നമുക്ക് ആധ്യാത്മികത്തിൽ തടസ്സം ഉണ്ടാവും.
അപ്പൊ നമ്മൾ ആരുമായിട്ടാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാരുമായിട്ട് അസോസിയേഷൻ എടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഭക്തന്മാരെ എടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഭക്തിക്ക് പുരോഗതി ഉണ്ടാകും. അസസംഗത്യാഹ ഏ വൈഷ്ണവാചാര നരോത്തമദാസ് ഠാക്കൂറിന്റെ അടുത്ത് പറയാണ്, ഭക്തിക്ക് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് കേട്ടാൽ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ആ അസസംഗം, ആ ഒരു വൈഷ്ണവൻ അസസംഗം എടുക്കാൻ പാടില്ല എന്ന് പറയും വ്യക്തമായിട്ട്. എന്നാൽ ഒരു ഭക്തന്റെ അസോസിയേഷനിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ അസോസിയേഷൻ കാരണം നമ്മുടെ ഭക്തി തനിയെ അങ്ങ് പ്രോഗ്രസ് ഉണ്ടാവും. അതെങ്ങനെയാ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും കമ്മിറ്റിംഗ് മിസ്റ്റേക്ക്, തെറ്റ് ചെയ്യാനുള്ള പ്രവണതയുണ്ട്, തെറ്റ് ചിന്തിക്കാനുള്ള പ്രവണതയുണ്ട്, അല്ലെങ്കിൽ എന്താണ് എപ്പോഴും കുറ്റം കാണുന്ന പ്രവണത, ഇതെല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ ഇതിനെ ഒരു ഭക്തന്റെ കൂടെ ചേരുമ്പോൾ ആ ഭക്തൻ നമ്മൾ കറക്റ്റ് ചെയ്തു തരും. അങ്ങനെ ചെയ്യരുത്, ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഭഗവാന്റെ പരിശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കും എന്ന് നമ്മളെ കറക്റ്റ് ചെയ്യും, നമ്മളെ സഹായിക്കും, യഥാർത്ഥത്തിൽ അറിഞ്ഞ് സഹായിക്കും. ആരാണ്? ഒരു ഭക്തൻ. ആരും ചെയ്യാത്ത സഹായമാണ് ആര് ചെയ്യും? ഭക്തൻ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? കൃഷ്ണാവബോധം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ഈ ലൈഫ് ടൈം തന്നെ അത് തീർന്നു പോകും. അല്ലെങ്കിൽ അതൊരു കടബാധ്യതയായിട്ട് ഇരുന്നിട്ട് അടുത്ത ജന്മത്തിൽ ഒന്നെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചെടുക്കണം. ഇതായിരിക്കും നമുക്ക് സംഭവിക്കുക. പക്ഷെ ഭക്തന്മാരെ ഇന്ന് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് നഷ്ടം വരില്ല എന്ന് പറയും. കാരണം ഭൗതിക ലോകം എങ്ങനത്തെ ലോകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജോ തമോ ഗുണത്തിലുള്ള ലോകമാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം ത്രിഗുണത്തിൽ പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? തടസ്സങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഭക്തി മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർ യമനിയമങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ആ ത്രിഗുണത്തിലിരുന്ന് പുറത്തു വരികയും 24 മണിക്കൂറും ഭഗവാനെ ശരണം പ്രാപിക്കുകയും ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഭക്തിയുത സേവനത്തിൽ പുരോഗതി ഉണ്ടാവൂ. അപ്പൊ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എവിടെ വെച്ചിട്ടുണ്ട്? ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അത് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അടുത്തത് വായിക്കാമോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യാ നിഷ്ഠ തൊട്ടുള്ള ശ്ലോകല്ലേ? അതെ അതെ. യാ നിഷ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. എല്ലാ ജീവികൾക്കും യാതൊന്നാണോ രാത്രികാലം, ആ സമയത്ത് സംയമിയായിട്ടുള്ളവൻ ഉണർന്നിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും എപ്പോൾ ഉണർന്നിരിക്കുന്നുവോ അപ്പോൾ ഉൾക്കാഴ്ചയുള്ള മുനിക്ക് രാത്രികാലമാണ്. ഭഗവത് ഭജനത്തിൽ മുഴുകിയിരിക്കുക എന്നതാണ് ഒരാളുടെ ഏറ്റവും മുഖ്യമായ കർമ്മം. അതാണ് അഭിലഷണീയമായ ജീവിത ലക്ഷ്യം. അതാണ് മാനവ ജീവിതത്തിന്റെ പരമ പരിപൂർണത. ഇക്കാര്യത്തിൽ ഉറച്ച വിശ്വാസം ആവശ്യമാണ്. വെറും ധ്യാനമോ കാമ്യകർമ്മമോ യോഗാഭ്യാസമോ കൊണ്ടൊന്നും ചിരസ്ഥായിയായ പ്രയോജനം ലഭിക്കുകയില്ലെന്നും ഭക്തി സേവനം കൊണ്ട് മാത്രമേ അതു ലഭ്യമാവുകയുള്ളൂ എന്നും ദൃഢമായി വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഭക്തിമാർഗത്തിലുള്ള പരിപൂർണമായ ശ്രദ്ധ കൊണ്ട് ഉദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാം. മറ്റു മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മെ അസ്വസ്ഥമാക്കുകയുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു, ഭക്തിമാർഗം ഉപേക്ഷിച്ച് മറ്റ് ലക്ഷ്യങ്ങൾക്കായി തപസ്സുകളിൽ ഏർപ്പെടുന്നവർ ശുദ്ധ മനസ്കരല്ല. തപസ്സിന്റെ കാര്യത്തിൽ അവർ പുരോഗമിച്ചിരിക്കാം, പക്ഷേ അവർക്ക് ഭഗവാനെ പ്രേമഭക്തിപൂർവ്വം സേവിക്കുന്നതിനെ കുറിച്ച് ഒരറിവുമില്ല. 7-ാം സ്കന്ധത്തിൽ വീണ്ടും പ്രസ്താവിച്ചിട്ടുള്ളതു നോക്കുക. ജ്ഞാനികളും കർമ്മികളും കഠിന വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിച്ചെന്നു വരാം, എങ്കിലും അവർക്ക് അധപതനം ഉണ്ടാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ കുറിച്ച് അവർക്ക് ഒരറിവുമില്ല. ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കലും നിപതിക്കുകയില്ല. കൗന്ദേയ പ്രതി ജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി
എന്ന് ഭഗവത്ഗീതയിൽ പരമപുരുഷോത്തമനായ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലയോ കുന്തികുമാര, എന്റെ ഭക്തന്മാർ നശിക്കുകയില്ലെന്നു ദൃഢമായി വിശ്വസിച്ചാലും എന്നാണ് അതിന്റെ അർത്ഥം. ഭഗവത്ഗീതയിൽ വീണ്ടും അർജുനനോട് കൃഷ്ണൻ പ്രസ്താവിക്കുന്നതും നോക്കുക. നേഹാഭിക്രമ നാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഈ പ്രയത്നത്തിൽ നാശമോ ഹാനിയോ സംഭവിക്കാൻ പോകുന്നില്ല. ഈ മാർഗത്തിൽ അല്പമായിട്ടെങ്കിലും ചെയ്യുന്ന പരിശ്രമം ഏറ്റവും വലിയ ആപത്തിൽ നിന്നും സാധകനെ രക്ഷിക്കും. ഭക്തിമാർഗം അത്രയും വിശുദ്ധവും പരിപൂർണവുമാണ്. ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് അവനെ നിർബന്ധപൂർവം വിജയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകും. ചിലപ്പോൾ ഒരുവൻ തന്റെ ഭൗതിക പ്രവർത്തനങ്ങളെ വികാരാവേശം കൊണ്ട് നിർത്തിവെച്ച് പരമപുരുഷോത്തമന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുകയും അങ്ങനെ ഭക്തിമാർഗത്തിൽ ആദ്യമായി കാൽകുത്തുകയും ചെയ്യാം. അപ്രകാരമുള്ള പക്വത വരാത്ത ഒരു ഭക്തനായാലും അവനു നഷ്ടമൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഒരാൾ വർണ്ണാശ്രമധർമ്മങ്ങൾ ചിട്ടപ്പടി നടത്തുകയും ഭക്തിമാർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്ക് എന്തു നേട്ടമാണ് ഉണ്ടാവുക? പതനം സംഭവിച്ച ഒരു ഭക്തന് അടുത്ത ജന്മത്തിൽ ഒരെളിയ കുടുംബത്തിൽ പിറന്നാലും താൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്റെ ഭക്തി സാധനകൾ തുടരുവാൻ സാധിക്കും. ഭക്തി സേവനം അഹൈതുകവും അപ്രതിഹതവും ആയിരിക്കണം. നിസ്സാര കാരണം കൊണ്ട് തുടങ്ങാവുന്നതോ നിസ്സാര കാരണം കൊണ്ട് നിർത്താവുന്നതോ അല്ല അത്. ഭൗതികതയുടെ പ്രതിബന്ധം കൊണ്ട് എന്നേക്കുമായി നിന്നു പോകുന്നതുമല്ല. ആകയാൽ ഒരു ഭക്തൻ തന്റെ പ്രവർത്തനത്തിൽ വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കാം. കർമ്മിയുടെയോ ജ്ഞാനിയുടെയോ യോഗിയുടെയോ പ്രവർത്തനങ്ങളിൽ അവന് താല്പര്യം ഉണ്ടാകേണ്ടതില്ല. അടുത്തത് വായിക്കണം. ഇവിടെ പറയുന്നത് ഇപ്പൊ ചില ശ്രീമദ് ഭാഗവതത്തിൽ 7-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നു എന്ന് പറയും, ചില ജ്ഞാനികളും യോഗിമാരും ഒക്കെ കഠിന തപസ് അനുഷ്ഠിക്കും. പക്ഷെ കഠിന തപസ് അനുഷ്ഠിച്ചിട്ട് നമുക്ക് അതിനൊരു എക്സാമ്പിൾ പോലും നോക്കാൻ സാധിക്കും. ഹിരണ്യകശിപുവിനെ നോക്കാം. ഹിരണ്യകശിപു കഠിന തപസ്സാണ് അനുഷ്ഠിച്ചത്. പക്ഷെ ആരെയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് കഠിന തപസ് അനുഷ്ഠിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ അല്ല പ്രാർത്ഥിച്ചത് ഹിരണ്യകശിപു. ഹിരണ്യകശിപു ബ്രഹ്മാവിനെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഹിരണ്യകശിപു വിചാരിച്ചു ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത്, ബ്രഹ്മാവാണ് എല്ലാത്തിൻ്റെയും തലൈവൻ, അല്ലെങ്കിൽ അദ്ദേഹമാണ് അച്ഛൻ, എല്ലാവരുടെയും പിതാവ്. കാരണം പ്രജാപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകളെ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ യഥാർത്ഥ പ്രജാപതി ആരായിരിക്കും? ബ്രഹ്മാവാണെന്ന് വിചാരിച്ചു. അപ്പൊ അവർക്ക് പൂർണ്ണമായ ജ്ഞാനമില്ലായിരുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ ഭഗവാനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുക അതുപോലെ ബ്രഹ്മാവിനെ റെസ്പെക്ട് ചെയ്തു. എന്നിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് വരം ചോദിച്ചു. അപ്പോഴാണ് ബ്രഹ്മാവ് പറയുന്നുണ്ട്, എനിക്കേ മരണമുണ്ട്, നിനക്കെങ്ങനെ മരണമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് ആ വരം എനിക്ക് തരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ ചിലർക്ക് ആ ജ്ഞാനം പോലും ഇല്ല, എന്നാൽ അവർ ആധ്യാത്മികം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു തപസ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇത്ര 10,000 വർഷം ഒറ്റ കാലിൽ നിന്നുകൊണ്ട് ശരീരം മൊത്തവും ദ്രവിച്ചു പോയി. എന്താണ്, ഉറുമ്പും എല്ലാം തിന്നിട്ട് വെറും അസ്ഥി മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും കഠിനമായ തപസ്സാണ് ആര് ചെയ്തത്? ഹിരണ്യകശിപു ചെയ്തത്. ഈവൻ എന്താ പറയുക, ആ സത്യലോകത്തിലും മറ്റു ലോകങ്ങളിലുള്ള ആൾക്കാർക്കെല്ലാം ശ്വാസം മുട്ടിയിട്ട് ഈ തപസ് കാരണം അവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അപ്പൊ അത്രയും ഘോരമായ തപസ് ആര് ചെയ്തു? ഹിരണ്യകശിപു ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി? അദ്ദേഹത്തിന് ഒരു നേട്ടവും ഉണ്ടായി. ഭൗതികമായ ബെനിഫിറ്റ് കിട്ടി, അദ്ദേഹത്തിന് ആയുസ് കൂടി കിട്ടി, അദ്ദേഹത്തിന് കുറെ എന്താ പറയാ നല്ല ആരോഗ്യം കിട്ടി, നല്ല ശക്തിമാനായിട്ടിരുന്നു. ഇതെല്ലാം കൊണ്ട് ഹിരണ്യകശിപുവിന് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കൂടുതൽ അഹങ്കാരമാണ് ഉണ്ടായത്. അപ്പൊ അത് അദ്ദേഹത്തിനെ തിരിച്ചു പോകാൻ സഹായിച്ചില്ല. പക്ഷെ തിരിച്ചു പോകാൻ സഹായിച്ചു. എങ്ങനെ സഹായിച്ചു? അദ്ദേഹത്തിന്റെ മകൻ പരിശുദ്ധമായ ഭക്തിയുത സേവനത്തിൽ ഇരുന്നത് കൊണ്ട് ആ പ്രഹ്ലാദൻ കാരണം ഹിരണ്യകശിപുവിന് മോക്ഷം കിട്ടി. പ്രഹ്ലാദൻ പറയും, എൻ്റെ അച്ഛനെ മാപ്പാക്കി അദ്ദേഹത്തിന് സദ്ഗതി കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, ആ കുട്ടിയുടെ ഭക്തിക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യും? ഹിരണ്യകശിപുവിന് മോക്ഷം കിട്ടും. അപ്പോൾ ഇവിടെ അതാണ് പറയുന്നത്, നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ കൃഷ്ണന് വേണ്ടിയിട്ട് സേവനം ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അല്ലാതെ ഇങ്ങനെ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഒരുപാട് മുറുകെ പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല.
എന്നാണ് ഇവിടെ പറയുന്നത്. അതേപോലെ ഇവിടെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു, വർണ്ണാശ്രമ ധർമ്മത്തിലെ പറയുന്നത്. വർണ്ണാശ്രമ ധർമ്മം അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന് പറയും. ഈ 4 വിഭാഗക്കാർക്കും 4 തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ വേദം പഠിപ്പിക്കും, അതാണ് ആ വ്യക്തിയുടെ ഡ്യൂട്ടി. ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ രാജ്യത്തിനെ സംരക്ഷിക്കും, പ്രജകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയാണ് ആർക്കുള്ളത്? ക്ഷത്രിയനുള്ളത്. യുദ്ധത്തിന് പോകും, ആ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അവരും വേദം പഠിച്ച വ്യക്തികളായിരിക്കും. വൈശ്യൻ എന്ന് പറയുമ്പോൾ ഗോരക്ഷ, വാണിജ്യം, അവർ ബിസിനസ് ചെയ്യും, പശുക്കളെ സംരക്ഷിക്കും. ഇത് വൈശ്യന്റെ ഡ്യൂട്ടി. ശൂദ്രൻ എന്ന് പറയുമ്പോൾ ഈ 3 വിഭാഗക്കാർക്കും സഹായിക്കും. കാരണം ഈ ശൂദ്രന്റെ സഹായമില്ലാതെ 3 പേർക്കും അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ ശൂദ്രൻ ആരുടെ താഴെയാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി സിൻസിയർ ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇവര് 3 പേരും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്നാലും ഇവര് ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ, ഭഗവാനെ ശരണം പ്രാപിച്ചില്ലെങ്കിൽ ഈ വർണ്ണാശ്രമ ധർമ്മം കൊണ്ട് യൂസ് ഇല്ല. വർണ്ണാശ്രമ ധർമ്മം എന്തിനാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഇല്ലെങ്കിൽ ഒരു വ്യക്തി മൃഗങ്ങളെ പോലെ ആയിരിക്കും ജീവിക്കുക. പക്ഷെ ആ വർണ്ണാശ്രമ ധർമ്മത്തിൽ വരുമ്പോൾ അയാൾ മൃഗമല്ലാതെ മനുഷ്യരെ പോലെ ജീവിക്കും. എല്ലാം ശാസ്ത്രം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിച്ചിട്ട് ഭഗവാനെ മറന്നാൽ എന്ത് കാര്യമാണ്? ഒരാൾ ഡെയിലി പോവും, രാവിലെ എണീക്കും, കുടുംബത്തിൽ എല്ലാവരും ചെയ്യുന്നതാണ്, രാവിലെ എണീറ്റാൽ വെള്ളം കൊണ്ടുവന്ന് തുളസിക്ക് ഒഴിക്കും, ഒരു പ്രദക്ഷിണം ചെയ്യും, അങ്ങ് പോകും. പക്ഷെ അയാൾ അതിനെ ആ പ്രദക്ഷിണം, തുളസി ദേവി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വലിയ ഭക്തയാണ്, ആ തുളസി ദേവിയെ നമസ്കരിക്കുന്നത് കൊണ്ട് എല്ലാ തരത്തിലുള്ള പാവവും എനിക്ക് നഷ്ടപ്പെടും, എനിക്ക് കൃഷ്ണഭക്തി കിട്ടും. അതായത് വൃന്ദായ തുളസി ദേവിയായ പ്രിയായ കേശവ ശിക്ഷ കൃഷ്ണഭക്തി പ്രതേ ദേവി എന്നാണ്. കൃഷ്ണഭക്തി എനിക്ക് തരണം ദേവി എന്നാണ് പറയുന്നത്. അപ്പോ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടാണ് ഈ തുളസിയെ പ്രദക്ഷിണം ചെയ്യുന്നത്, അല്ലെ? അത് മനസ്സിലാക്കാതെ വെറുതെ എൻ്റെ അച്ഛൻ ചെയ്തു, എൻ്റെ അമ്മ ചെയ്തു, എൻ്റെ കുടുംബത്തിലെല്ലാവരും അവരുടെ എൻ്റെ അപ്പൻ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗുണമില്ല. അത് ചടങ്ങിന് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വർണ്ണാശ്രമം ചെയ്തത് കൊണ്ട് കാര്യമില്ല, എന്തുകൊണ്ടാവണം? നമുക്ക് കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. അടുത്ത പാരഗ്രാഫ് ആരെങ്കിലും വായിക്കും. കർമ്മികളിലും ജ്ഞാനികളിലും യോഗികളിലും തീർച്ചയായും ഒട്ടനേകം ആർജിത ഗുണവിശേഷങ്ങളുണ്ട്. എന്നാൽ ആ നല്ല ഗുണങ്ങളെല്ലാം ഒരു ഭക്തനിൽ അനായാസം കൈവന്നു ചേരും. ഒരു ബാഹ്യപ്രയത്നത്തിന്റെയും ആവശ്യമില്ല. ശ്രീമദ് ഭാഗവതത്തിൽ 5:18-12 പറഞ്ഞിട്ടുള്ളത് പോലെ ശുദ്ധമായ പ്രേമഭക്തി ശീലിക്കുന്ന ഒരുവനിൽ ദേവന്മാരുടെ എല്ലാ നല്ല ഗുണങ്ങളും അനുക്രമം പ്രകാശിതങ്ങളായി തീരും. ഭക്തന് യാതൊരു ഭൗതിക പ്രവർത്തനങ്ങളിലും താല്പര്യമില്ലാത്തതുകൊണ്ട് ഭൗതികത കൊണ്ടുള്ള ദോഷം അവനെ ഒട്ടും ബാധിക്കുകയില്ല. ഐശ്വര്യമായ ജീവിതത്തിന്റെ തലത്തിലേക്ക് അവൻ ഉടനെ ഉയർത്തപ്പെടും. എന്നാൽ ജ്ഞാനി, യോഗി, കർമ്മി, ധാനി, ദേശസ്നേഹി മുതലായവരുടെ പോലുള്ള ശക്തങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്നൊന്നും ഒരു മഹാത്മാവിന്റെ അവസ്ഥയിലേക്ക് ഉയരുവാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ളവൻ ഒരു സ്ഥിരാത്മാവായി തന്നെ, വികടചിത്തനായി തന്നെ ഇരിക്കുകയേയുള്ളൂ. ഭഗവത്ഗീതയിലെ ശ്ലോകം 9:13 നോക്കുക. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്ത്യ അനന്യമനസോ ജ്ഞാത്വ ഭൂതാദിമവ്യയം. കുന്തികുമാരപുത്രനായ അർജുന, മായയിൽ ഭ്രമിക്കാത്ത മഹാത്മാക്കൾ ദൈവികമായ പ്രകൃതിയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നെ പരമപുരുഷോത്തമനായും സർവഭൂതങ്ങളുടെയും ആദിയായും നാശരഹിതനായും അറിയുന്ന അവർ എപ്പോഴും ഭക്തിസേവനത്തിലൂടെ എന്നെ തന്നെ പൂർണ്ണമായും ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ഭക്തന്മാരെല്ലാം അദ്ദേഹത്തിന്റെ പരമമായ ശക്തിയാൽ സംരക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് അവർ ഒരിക്കലും ഭക്തിമാർഗം ഉപേക്ഷിച്ച് കർമ്മിയുടെയോ ജ്ഞാനിയുടെയോ യോഗിയുടെയോ മാർഗം സ്വീകരിക്കരുത്. ഈ വസ്തുതയാണ് ഉത്സാഹ നിശ്ചയ ധൈര്യ തത്കർമ്മ പ്രവർത്തന എന്ന മുഖ്യഭാഗം കൊണ്ട് വ്യക്തമാക്കപ്പെടുന്നത്. ഭക്തിയുടെ സേവനത്തിന് അനുഗുണങ്ങളായ യമനിയമങ്ങളെ ഉത്സാഹത്തോടും ക്ഷമയോടും ധൈര്യത്തോടും കൂടി ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് ഇതിന്റെ അർത്ഥം. ഈ രീതിയിൽ ഭക്തിമാർഗത്തിൽ ഒരാൾക്ക് നിർവിഘ്നമായ പുരോഗതി നേടുവാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന അഷ്ടാംഗ യോഗികൾക്കെല്ലാം നല്ല ഗുണങ്ങളുണ്ടാകും. ചിലപ്പോൾ അവർ ദേഷ്യം നിയന്ത്രിച്ച വ്യക്തികളായിരിക്കാം,
ഇന്ദ്രിയ നിയന്ത്രണമുള്ള വ്യക്തികളായിരിക്കാം. കാരണം ഇവരെല്ലാം തപസ് ചെയ്യുന്നവരാണ്. പക്ഷെ അവര് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ദ്രിയ നിയന്ത്രണമുണ്ട്, എന്താ പറയുക, അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ദേഷ്യം കുറയ്ക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ വാചോവേഗം, മനസ്സക്രോധവേഗം, ജിഗ്വാവേഗം, ഉദര ഉപസ്ഥവേഗം, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് കൃഷ്ണനെ സേവിച്ചില്ലെങ്കിൽ എന്ത് കാര്യമാണ്? ഇപ്പോൾ ഒരാള് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ പട്ടിണി കിടക്കും. 3 ദിവസം പട്ടിണി കിടന്ന് ഉപവാസം വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തോ ഒരു ഭൗതിക കാര്യം നേടാൻ വേണ്ടിയിട്ടാണ് ആ ഉപവാസം വരുന്നത്. വെള്ളമൊന്നും കുടിക്കാതെ അവിടെ കിടന്നത്. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ആ വ്യക്തി ഉപവാസം എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. എന്നാൽ ഒരു വ്യക്തി ഏകാദശി ദിവസത്തില് ഉപവാസം ഇരുന്നുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ഗോവിന്ദനെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ ആ ഉപവാസത്തിൽ എന്താണ് പ്രയോജനമുണ്ട്? കാരണം ആധ്യാത്മിക പുരോഗതിക്ക് സഹായിക്കുന്നതാണ്. അപ്പൊ രണ്ടും പ്രവൃത്തി ഒന്നുപോലെയാണ് ഇരിക്കുന്നത് കാണുമ്പോൾ. പക്ഷെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒരാൾ കൃഷ്ണന് വേണ്ടി ഉപവാസം വരുന്നു, ഒരാൾ എന്തോ ഭൗതിക ലാഭത്തിന് വേണ്ടി ഉപവാസം വരുന്നു. അപ്പൊ കാണുമ്പോൾ ഒരു ഗുണമുണ്ടതുപോലെ തോന്നുമെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ ഇവിടെ എന്താ അഷ്ടാംഗ യോഗിമാർക്കൊക്കെ എന്തുണ്ടാന്ന് ചോദിച്ചാൽ ഇങ്ങനെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭക്തന്മാർക്ക് ഭക്തിയുത എന്താ പറയുക സേവനം ചെയ്യുകയും ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഇവരിലുള്ള ഗുണങ്ങളെല്ലാം തനിയെ വരും. പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യണ്ട. ദേഷ്യം നിയന്ത്രിക്കണം, അല്ലെങ്കിൽ കാമത്തിനെ നിയന്ത്രിക്കണം, ക്രോധത്തിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിവോഷണൽ ആക്ടിവിറ്റീസിലിരിക്കുമ്പോൾ, ഭഗവാന് സേവനം അനുഷ്ഠിക്കുമ്പോൾ തനിയെ ഈ ഗുണങ്ങളെല്ലാം വരും. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പണ്ടുള്ള വ്യക്തി ആയിരിക്കില്ല കൃഷ്ണാവബോധത്തിൽ വരുമ്പോൾ. നമ്മളിൽ പല മാറ്റങ്ങളുണ്ട്. പണ്ട് നമുക്ക് എന്തിനും ദേഷ്യപ്പെടും, ഏതിനും ദേഷ്യപ്പെടും. ഇപ്പൊ നമുക്ക് അങ്ങനെയല്ല. പണ്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചു പറയും. ഇപ്പൊ നമ്മൾ എത്ര എണ്ണമേ തിരിച്ചു പറയുന്നുള്ളൂ? 4 എണ്ണമേ തിരിച്ചു പറയുന്നുള്ളൂ. നമുക്ക് ഒരുപാട് മാറ്റമുണ്ട്. കാരണം 6 എണ്ണം കുറച്ചു അല്ലെ തിരിച്ചു പറച്ചല്ലേ. അപ്പോ നമുക്ക് നല്ല മാറ്റമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ ഗുണം എങ്ങനെയാ ഉണ്ടായി? നമ്മൾ പ്രത്യേകിച്ച് ഡെയിലി പോയി പ്രാക്ടീസ് ചെയ്തില്ല. ഇനി അവരെ ചീത്ത പറയരുത്, ഇനി എന്റെ ദേഷ്യം കുറയ്ക്കണം, ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല. കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഡിവോട്ടീസ് കണ്ടാൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡിവോട്ടിക്ക് നമുക്ക് കയ്യിലുള്ള, ചിലർക്ക് കൊടുക്കാൻ അറിയില്ല, അവർക്ക് കൊടുക്കാൻ ഭയങ്കര വിഷമമായിരിക്കും. ഫോർ എക്സാമ്പിൾ പ്രസാദം കൊടുക്കണമെങ്കിൽ പോലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ചിലർക്ക് അത് വരില്ല കൈക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയല്ല, ഭക്തന്മാർക്ക് വയറു നിറയെ ഫുള്ളായിട്ട് കൊടുക്കണം. അപ്പോ എന്താണ് ആ ഒരു ക്വാളിറ്റി എങ്ങനെ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ഡിവോഷനിൽ വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ ഉണ്ടായിട്ട് കാര്യമില്ല. അതും പ്രത്യേകിച്ച് ഭഗവാന് കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവുമില്ല. അപ്പൊ ആ മനസ്സ് കിട്ടണം നമുക്ക്. അപ്പം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അവിടെ നമുക്ക് ക്വാളിറ്റി എങ്ങനെ വരുന്നു? തനിയെ വരുന്നു. ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ ഡിവോട്ടിയുടെ ഒപ്പം വഹിക്കുമ്പോൾ ഇങ്ങനത്തെ ക്വാളിറ്റി എല്ലാം നമുക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തിയുത സേവനത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ എന്താ പറയുക, ഈ ജ്ഞാനിയുടെയോ യോഗിയുടെയോ മാർഗമല്ലാതെ കറക്റ്റായിട്ട് ഈ പറയുന്ന 6 കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യും. ഇതിനകത്ത് പറയുന്നത് പോലെ എന്താണ്? ഉത്സാഹാനുണ്ടാകും, നമുക്ക് നിശ്ചയാത്തുണ്ടാവും, ധൈര്യാത്തുണ്ടാവും, തത്തത് കർമ്മ പ്രവർത്തനാസംഗത്യാഹാസുഹൃത ക്ഷത്രിയ ഭക്തി പ്രസിദ്ധ്യതി എന്ന് പറയുന്ന ഈ ഗുണങ്ങളുണ്ടാവും. ഇത് വേണം, നമുക്ക് ഉണ്ടാകണം. ഈ ഓരോ ക്വാളിറ്റിയും നമുക്ക് ഉണ്ടായാൽ ഉത്സാഹം വേണം. ഒരിക്കലും ഒരു എന്തൂസിയാസം ഇല്ലാതെ ഡിവോഷൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ജപിക്കണം, ഇനിയും ജപിക്കണം, 2 മാല കൂടെ ജപിക്കണം. അത് നല്ല ക്ലിയർ ആയിട്ട് ജപിക്കണം. ഞാൻ ജപിക്കുന്നത് എനിക്ക് ശ്രദ്ധയോടെ കേൾക്കാൻ സാധിക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ചിലരിങ്ങനെ എങ്ങനെയോ മടിച്ചിങ്ങനെയോ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 എന്ന് പറഞ്ഞ് മൊബൈലൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ ആ വാക്കുകൾ പോലും കൃഷ്ണ രാമ ഹരേ എന്ന് പോലും കേൾക്കാത്ത എങ്ങനെയോ നാമം ജപിക്കും. ഇതൊന്നും ഉത്സാഹമില്ലാതെ, അയ്യോ ജപിക്കണമല്ലോ, ഇനിയിപ്പോ ഇന്നത്തെ ദിവസം തുടങ്ങിയല്ലോ, ഇനി മാല ജപിച്ച് തീർക്കണമല്ലോ എന്ന് പറഞ്ഞ് വിഷമമാണ്. വായിക്കുമ്പോൾ ഈ വായിക്കാൻ പറഞ്ഞല്ലോ, ഡെയിലി വായിക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരു മൂഡും ഇല്ല. അങ്ങനെ ടേസ്റ്റേ ഇല്ലാതെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്സാഹമില്ല, ഉള്ളിൽ ഫയറില്ല. ഫയർ ഉണ്ടെങ്കിലേ കത്തി പിടിക്കത്തു അല്ലെ. ആ ഉത്സാഹം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവോഷനില് നമ്മൾ അസോസിയേഷൻ എടുക്കണം ഡിവോട്ടിയുമായിട്ട്. നിശ്ചയാത് ഒരു കാര്യം ചെയ്യണം, ആ തീരുമാനം എടുക്കണമെങ്കിൽ അതിന് എന്താണ് ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ
നമുക്ക് ശാസ്ത്രം പഠിക്കണം. എങ്കിൽ മാത്രമേ ആ നിശ്ചയാത്തെന്ന് പറയുന്ന ആ വിശ്വാസം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. ഇനി എത്ര കാലമായിരുന്നാൽ ധൈര്യാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സമയം വേണമെങ്കിലും ആ ഡിവോഷണൽ ആക്ടിവിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല, ഞാൻ കളഞ്ഞിട്ട് പോകാം എന്ന് ഈസി ആയിട്ട് പോകാൻ പറ്റും. പക്ഷെ എത്ര കാലമായിരുന്നാലും ഞാനത് പ്രാക്ടീസ് ചെയ്യും. ഭഗവാന്റെ അടുത്ത് ഈ ലൈഫ് ടൈം എനിക്ക് കിട്ടിയ ഈ ജന്മം അതിനെ യൂസ് ചെയ്ത് തിരിച്ചു പോകും ഈ ലൈഫ്. ആ നിശ്ചയം ധൈര്യാത്ത് അതുകൊണ്ടാവും അല്ലെ. തത്തത് കർമ്മ പ്രവർത്തനാത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യവും കറക്റ്റായിട്ട് എന്താ പറയാ, ശ്രവണം, കീർത്തനം, സ്മരണം, വിഷ്ണു സ്മരണം എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രിൻസിപ്പിളോട് കൂടി ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ പ്രാക്ടീസ് നമുക്ക് ഉണ്ടാകണം. ഇനി എന്താണ് തത്തത് കർമ്മ പ്രവർത്തന സംഗത്യാഹ. അപ്പോ എന്ത് സംഗത്യാഗം ചെയ്യണം? അസത്സംഗത്യാഗം നമ്മൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 6 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഭക്തിക്ക് ഉറച്ച ഭക്തി ഉണ്ടാകും. ഇതിൽ ചിലപ്പം ചെയ്യുമ്പോൾ ചില വിഷയങ്ങൾ ചിലർക്ക് തടസ്സങ്ങൾ ഉണ്ടാവും. നമ്മൾ കഴിഞ്ഞ മൂന്ന് ശ്ലോകം നോക്കി. ചിലർക്ക് വാചകം അടിക്കാതിരിക്കാനേ പറ്റില്ല. ആരെ കണ്ടാലും അവർ തന്നെ പിന്നെ ഒരു വിഷമം ഉണ്ടാവും. എന്ത് ഇത്ര സമയം ഞാൻ എങ്ങനെ കളഞ്ഞെന്ന് എനിക്കറിയില്ല, 1 മണിക്കൂർ 2 മണിക്കൂർ എൻ്റെ വാചകം അടിച്ച് എന്തിനാ ഈ ആൾക്കാരുടെ അടുത്ത് ഫോൺ സംസാരിക്കുന്നു എന്ന് അവർക്ക് വിചാരിക്കുന്നുണ്ട്, പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലർക്ക് ആഹാരം ഇതിങ്ങനെ കഴിച്ചാൽ മതി എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. ചിലർക്ക് വിചാരിക്കും ഹരിനാമത്തിന് ഇത്ര പ്രാധാന്യമുണ്ട്, പക്ഷെ അത് ജപിക്കാമെന്ന് ചോദിക്കും, അതിന് പകരം വേറെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ പല തരത്തില് നമ്മുടെ ഈ ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ തടസ്സങ്ങളുണ്ടാകും. അപ്പൊ അങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള കാര്യമാണ് ഇതിൽ പഠിച്ചത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിലെ സംശയങ്ങൾ വേറൊരാൾക്ക് അത് ഉപകാരപ്പെടാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭുജി, നമ്മൾ പുതുതായിട്ട് ഒരാളോട് നമ്മൾ ഭക്തിയിലേക്ക് വരാനായിട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ മാല കൊടുത്തിട്ട് മാല ആദ്യം ജപിക്കൂ എന്ന് പറഞ്ഞാൽ മതിയോ പ്രഭു? അതിനൊപ്പം തന്നെ ഭഗവത്ഗീത ക്ലാസ്സും കേൾക്കണം. ഒന്നും അറിയില്ല ആ വ്യക്തിക്ക്, ഇപ്പോൾ ഭക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ ആദ്യം നമ്മൾ എങ്ങനെയാണ് ജപമാല കൊടുക്കണോ? എന്താണ് പ്രഭു ചെയ്യേണ്ടത്? ഇവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ആദ്യം നോക്കണം. ഓക്കെ, നമ്മൾക്ക് ആദ്യം വന്ന ഉടനെ ഒരാൾ നമ്മളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? എവിടെ നിന്നാണ്, വീട്ടിലാരുണ്ട്, എന്ത് ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ജോലിക്ക് പോയാണോ, ഓക്കെ, സമയമുണ്ടോ നിങ്ങൾക്ക്, പിന്നെ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടോ, താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കണം. ചോദിക്കുമ്പോൾ അവരിൽ നിന്ന് കുറേ മറുപടി കിട്ടും. അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അങ്ങനെ എതിരൊന്നുമില്ല എനിക്ക്, ഞാൻ വേണമെങ്കിൽ ഫോളോ ചെയ്യും എന്നുള്ളവരാണെങ്കിൽ നമുക്ക് പറയാം, നല്ല എന്തെങ്കിലും നാമം ജപിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം അങ്ങോട്ട്. അപ്പോൾ ഞാൻ നാമമൊന്നും ജപിക്കാറില്ല. അല്ലെങ്കിൽ ചിലർ പറയും, ഞാൻ ഡെയിലി 1 മണിക്കൂർ സഹസ്രനാമം ജപിക്കാറുണ്ട്, അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ജപിക്കാറുണ്ട്, അല്ലെങ്കിൽ നാരായണീയം ജപിക്കാറുണ്ട് എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ അവരെടുത്ത് ഉടനെ അയ്യോ നാരായണീയൊന്നും ജപിക്കണ്ട കേട്ടോ, ലളിത സഹസ്രനാമം ഒന്നും വേണ്ട, നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ ജപിക്കണം എന്ന് പറയരുത്. അവരെടുത്ത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഇവർ അപ്രീഷിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സന്തോഷം ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് പതുക്കെ അവരെടുത്ത് പറയണം, അതിൻ്റെയോടൊപ്പം ഹരിനാമം ജപിക്കൂ ഒരു മാല, വളരെ നല്ലതാണ്. ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഈ 16 വാക്കുള്ള മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ കലിയുഗത്തിലെ എല്ലാ മാലിന്യങ്ങളും മാറും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് ശ്ലോക അറിയാമെങ്കിൽ ശ്ലോക പറയും, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ 3 പ്രാവശ്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തേവ 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 ഗതിരണ്യത എന്ന് പറയുന്നത്. കേവലം ഹരിനാമം ജപിച്ചാൽ മതി എന്ന് ശാസ്ത്രത്തിൽ 3 സ്ഥലത്ത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഈ ഹരിനാമത്തിന്റെ മാത്രം പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് അവർക്ക് എന്ത് പറയാ, ഇത് ജപിക്കൂ എന്ന് പറയാം. പക്ഷെ പുള്ളിക്ക് താല്പര്യം, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഭഗവത്ഗീതയെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കയറാം എന്ന് പറയും. ഇല്ല അങ്ങനെയൊന്നും താല്പര്യമില്ലെങ്കിൽ നാമം ജപിക്കും, നമുക്ക് കാണാം, ഞാൻ വിളിക്കാം, ഇനി കാണുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് അവർക്ക് പറയാം.
ഒരുപാട് കാര്യങ്ങൾ ആത്മാവിനെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്, പുനർജന്മത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ വാചോവേഗം, മനസ്സോവേഗം ഇങ്ങനെയൊക്കെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അവർ പേടിച്ച് ഓടിപ്പോകും. പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ വരില്ല. അവർക്ക് തോന്നും ഇവർക്ക് വട്ടാണെന്ന് തോന്നും, എന്തൊക്കെയോ പറയുന്നു എന്ന് വിചാരിക്കും. സോ നാമം ജപിക്ക്, നല്ലത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ സിമ്പിളായിട്ട് എടുത്തിട്ട് അവർ ഫോളോ ചെയ്യും. അത് കഴിഞ്ഞ് ഒരു ക്ലാസ്സിന് വരുന്നു എങ്കിൽ അവർക്ക് കൂടുതൽ ഭഗവത്ഗീത കൊടുക്കാം, പിന്നെ അടുത്ത കാര്യങ്ങൾ പഠിപ്പിക്കാം. അങ്ങനെ ഗ്രാജുവലായിട്ട് തന്നെ പോകണം. ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാം കുത്തിക്കയറ്റി ഒരാളുടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി പറയൂ. പ്രഭു ഇതിനകത്ത് വർണ്ണാശ്രമത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? അവര് ആദ്യം വർണ്ണാശ്രമത്തിലുള്ളവരെ കുറിച്ച് അവര് ഭക്തി അതൊന്നുകൂടി പറഞ്ഞത്. അത് വർണ്ണാശ്രമത്തിലുള്ളവരോ? നേരത്തെ പറഞ്ഞായിരുന്നു അവര് ഭക്തിയിലേക്ക് വരുന്ന അവര് അങ്ങനെ ഒരു ധർമ്മം അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് വർണ്ണാശ്രമ ധർമ്മത്തിൽ എന്ന് പറയുക. പക്ഷെ ശാസ്ത്രം അനുസരിച്ച് ജീവിക്കും, പക്ഷെ കൃഷ്ണനെ മറന്നിട്ട് ശാസ്ത്രം ഫോളോ ചെയ്താൽ അതിൽ കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ഒഴിക്കുക തുളസിക്ക്. പക്ഷെ തുളസിക്ക് വെള്ളം ഒഴിക്കുന്ന എല്ലാവരും, എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ എന്താ പറയുക തുളസി മാടമുണ്ട്, ഞാൻ അതിൽ ഒഴിച്ചു, പിന്നെ ഞാനിങ്ങനെ പ്രദക്ഷിണം ചെയ്തില്ല എന്ന് പറഞ്ഞ് പോകും. എനിക്ക് ഒരു കോൺഷ്യസ് ബെനിഫിറ്റ് ഉണ്ടാവുമെങ്കിലും അതിലൊന്നും കൃഷ്ണാവബോധം വളരില്ല. കൃഷ്ണാവബോധം വളരണമെങ്കിൽ അതിൻ്റെ തത്വം എന്താണ് എന്ന് നമ്മൾ ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒരു കാര്യം അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത്, അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ വിശ്വാസം കൂടും, കൃഷ്ണന്റെ അടുത്ത് വിശ്വാസം കൂടും, ഈ പൂജയിൽ വിശ്വാസം കൂടും. പക്ഷെ നമ്മൾ ബ്ലൈൻഡായിട്ട് ചെയ്താൽ ഇവരെന്താണ് പശുവിനെ പൂജിക്കുന്നു, ഇവിടെ എന്താണ് തുളസിയെ പൂജിക്കുന്നത്, അത് ചെടിയെ പൂജിക്കുന്നു എന്നൊക്കെ അവര് നിസ്സാരമായിട്ട് കണക്കാക്കും. അങ്ങനെയല്ല. ആ തുളസിക്ക് എന്ത് മഹാത്മ്യമുണ്ട്, എന്തിനാ ഒരു തുളസി എങ്ങനെയാണ് ഈ തുളസിക്ക് ഇത്രയും പവർ കിട്ടും, തുളസി ആരാണ്, എന്തുകൊണ്ടാണ് ഈ പ്രദക്ഷിണം ചെയ്യണം, അവരെന്താ തുളസിയുടെ ചോട്ടിലിരിക്കുന്ന മണ്ണെടുത്ത് തല്ലിൽ വെക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിക്കണമെങ്കിൽ, ആ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് അത് മനസ്സിലാക്കുമ്പോൾ, ആ തത്വം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തുളസി ദേവിയുടെ അടുത്ത് ഫെയ്ത്ത് ഉണ്ടാവും. പിന്നെ നമ്മളും അതേപോലെ തുളസിയെ പൂജിക്കും. പക്ഷെ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല. അപ്പോൾ വർണ്ണാശ്രമ ധർമ്മത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്, വർണ്ണാശ്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രം അനുസരിച്ച് ചെയ്യുമെങ്കിലും അതിൽ കൃഷ്ണാബോധം ഇല്ല എന്നുണ്ടെങ്കിൽ അത് യൂസ്ലെസ് ആണ്. ആ ധർമ്മം ഫോളോ ചെയ്തിട്ടും വലിയ പഠിക്കണം. അപ്പൊ അതിലുള്ള ഈ വർണ്ണാശ്രമത്തിലുള്ളവർക്കൊക്കെ ഭഗവാനെ കുറിച്ച് ഉണ്ടാവോ? ബ്രാഹ്മണരല്ലേ, താഴെയുള്ളവർക്കൊക്കെ അറിയോ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ, ജന്മനാജായതേ ശൂദ്ര എന്നാണ് പറയുന്നത്. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രനാണ്. ഓക്കെ. ഒരു ബ്രാഹ്മണന്റെ മകനായാലും അയാൾ ചിലപ്പം ബ്രാഹ്മണനാകില്ല. ഒരു ജഡ്ജിന്റെ മകൻ ജഡ്ജ് ആകില്ല. ജഡ്ജിന് പഠിച്ച് ആ ബിരുദം എടുത്താൽ മാത്രമേ അയാൾ ജഡ്ജ് ആകുള്ളൂ. അതേപോലെ ഒരു ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനാകില്ല. അയാൾ വേദം പഠിച്ച് ഭഗവാനെ മനസ്സിലാക്കും. അപ്പൊ ജന്മനാജായത് ശൂദ്ര, ജന്മം കൊണ്ട് അയാൾ ശൂദ്രൻ തന്നെയാണ്. സംസ്കാരാത് ഭവേദ്വിജൻ, സംസ്കാരം ഭവേദ്വിജൻ, അയാൾ 2ാം ജന്മം എടുത്തു എന്ന് പറഞ്ഞ് പൂവിലിട്ട് കൊടുക്കും. സംസ്കാരാത് ഭവേദ്വിജൻ. വേദപ്പടന്തി തദ്വിബ്ര, അയാൾക്ക് വേദം പഠിപ്പിക്കും. അപ്പൊ വിബ്രനാകും. എന്താണ് പൂജ ചെയ്യാനുള്ള റൈറ്റ്സ് ആയി, കാര്യങ്ങളൊക്കെ അറിയാം, എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ അറിയാം. വേദപ്പടന്തി തദ്വിബ്ര. ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ, ബ്രഹ്മത്തിനെ മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തി എന്തായിട്ട് മാറുന്നത്, ബ്രാഹ്മണനായിട്ട് മാറുന്നു എന്നാണ് ശാസ്ത്രം. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ജനിച്ച എല്ലാവരും ബ്രാഹ്മണനാണ്. എല്ലാവർക്കും ഭഗവാൻ അറിയണം എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല. അങ്ങനെ അറിയില്ല എല്ലാവർക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യോഗികളുടെ ആയിട്ടുള്ള സംഘത്തിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ പ്രഭു. അപ്പം പക്ഷെ യോഗികളായിട്ടിരിക്കുന്ന ആളുകൾ അവര് പിന്നീട് ഭക്തരായി മാറും എന്ന്, അതായത് ഇപ്പം ഹനുമാൻ സ്വാമിയൊക്കെ പോലെയുള്ള ആളുകൾ, അവരൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോ മാത്രം നമുക്ക് അവരായിട്ട് സംഘം ചേരാം എന്നുള്ളതായിരിക്കും അല്ലെ പ്രഭു മനസ്സിലാക്കേണ്ടത്? പറഞ്ഞത് ഹനുമാൻ സ്വാമിയൊക്കെ യോഗിയാണല്ലോ ശരിക്കും. അല്ല, ഹനുമാൻ ഭക്തനാണ്. ഹനുമാൻ ധ്യാനത്തിലിരിക്കുന്നു. ഭഗവാൻ രാമചന്ദ്രമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ട് എന്താണ് രാമാൻ ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഹനുമാൻ യോഗിയല്ല. ഹനുമാന് മിസ്റ്റിക് പവർ ഒന്നും ആവശ്യമില്ല. ഹനുമാൻ മിസ്റ്റിക് പവറിന് വേണ്ടിയിട്ട് പോയിട്ടേ ഇല്ല.
ലങ്കയെ കടക്കാൻ എനിക്ക് പറന്നു പോകണം, ചാടി പോകണം, വെള്ളത്തിന്റെ പുറത്ത് നടക്കണമെന്നൊന്നും ഹനുമാൻ പോയിട്ടില്ല. രാമാന്ന് ജപിച്ചിട്ട് ഹനുമാൻ ചാടിക്കഴിഞ്ഞാൽ ഹനുമാൻ പോകാൻ സാധിക്കും. കാരണം രാമനാമമാണ് ഹനുമാന് ശക്തി കിട്ടിയത്. ഹനുമാൻ വന്നിട്ട് യോഗിയല്ല. ഹനുമാൻ പക്ഷെ ആണ് വലിയ ഭക്തനാണ്. പക്ഷെ യോഗിമാര് എങ്ങനെയാന്ന് വെച്ചാല് ഭഗവാനെ മറന്നിട്ട് എന്ത് ചെയ്യും? മിസ്റ്റിക് പവറിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ഭക്തി സിദ്ധാന്ത മഹാരാജ് ഒരു കഥ പറയും. ഈ കഥ എന്താണെന്ന് വെച്ചാല്, ഒരു സന്യാസി, ഈ സന്യാസി ഹിമാലയത്തിലിരുന്ന് എത്രയോ വർഷം 10, 15, 25 വർഷം കഠിന തപസ് അനുഷ്ഠിച്ചിട്ട് വെയിലത്തും മഴയത്തും എല്ലാം ഇരുന്ന് ആ തപസ് അനുഷ്ഠിച്ച് അവസാനം അദ്ദേഹത്തിന് സിദ്ധി കിട്ടി. എന്താണ് സിദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പുറത്ത് നടക്കാനുള്ള സിദ്ധി കിട്ടി. അപ്പൊ അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് ഇവിടെ ചെയ്തത്. ഈ ഹിമാലയത്തിൽ 25 വർഷം എടുത്താണ് ഇത് പഠിച്ചിട്ട് താഴോട്ട് ഹിമാലയത്തിന്റെ താഴോട്ട് ഇറങ്ങി വന്നപ്പോ വെള്ളത്തിനകത്ത് ഗംഗയുടെ പുറത്ത് നടക്കുമ്പോൾ ആൾക്കാരെല്ലാം ഭയങ്കര സ്വാമിയാണ്, വെള്ളത്തിന്റെ പുറത്ത് നടക്കും, വലിയ ശക്തി കിട്ടിയ ആളാണെന്നൊക്കെ വിചാരിച്ച് ഒരുപാട് ആൾക്കാർ വന്ന് കാണാൻ വന്നു. എല്ലാവരും കാലി വീണു, അനുഗ്രഹം നേടി ചോദിച്ചു മേടിച്ചു. ശിഷ്യന്മാരൊക്കെ വന്നു തുടങ്ങി. അവര് പറഞ്ഞു ഞങ്ങൾക്കും ഇത് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരും കൂടെ നടക്കുകയാണ്. ഒരു ദിവസം ഈ ഗംഗ കടന്ന് അപ്പുറത്ത് പോകണം. അപ്പൊ എന്ത് ചെയ്തു? ഈ സ്വാമി വെള്ളത്തിന്റെ പുറത്ത് നടന്നുപോയി. ഉടനെ തിരിഞ്ഞു നോക്കിയിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു ബോട്ടിൽ കയറി വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാരെന്ത് ചെയ്താൽ അവിടെ ഇരുന്ന് ഒരു ബോട്ട് ഹയർ ചെയ്തിട്ട് ആ ബോട്ടിനകത്ത് കയറിയിട്ട് നേരെ അക്കരെ കടന്നുപോയി. അവിടെ ഇറങ്ങിയപ്പോ സ്വാമി അങ്ങനെ സ്പീഡായിട്ട് ഗംഗയുടെ പുറത്ത് നടന്നുപോയി. വെള്ളത്തിൽ നടക്കാനുള്ള സിദ്ധി ഉണ്ടല്ലോ, നടന്നുപോയി. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ചോദിച്ചു, സ്വാമിജി ഇത് പ്രാക്ടീസ് ചെയ്യാൻ എത്ര കാലം അങ്ങേക്ക് എടുത്തു എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു 25 വർഷം എടുത്തു. 25 വർഷം എടുത്താൽ അത് പഠിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. നല്ല കഠിനമായ തപസ് അനുഷ്ഠിക്കണം, വെയിലും മഴയും എല്ലാം കൊണ്ടുകൊണ്ട് ശരീരബോധമൊന്നുമില്ലാതെ പൂർണ്ണമായിട്ട് ആധ്യാത്മികത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്നിട്ട് ചോദിച്ചു 25 വർഷം ഇത്രയും തപസ് ചെയ്താൽ വെള്ളത്തിന്റെ പുറത്ത് നടക്കാം അല്ലേ ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. പക്ഷെ ഈ വിദ്യക്ക് വെറും 25 പൈസയുടെ വിലയേ ഉള്ളൂ. കാരണം ഞങ്ങള് ഇതൊന്നും പഠിച്ചില്ല, ബോട്ടിൽ കയറി 25 പൈസ കൊടുത്തപ്പോൾ അവിടെ കൊണ്ട് ഇറക്കി തന്നു. വെറും 25 പൈസയുടെ വിദ്യക്ക് വേണ്ടി 25 വർഷം അങ്ങ് ചെലവ് ചെയ്തോന്ന് ചെയ്യും. അതായത് ഈ വിദ്യ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. സ്വന്തം ശിഷ്യന്മാരെ പോലും അങ്ങ് അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ സ്വാമിജിക്ക്. ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? 25 വർഷം 25 പൈസ കൊടുത്ത് അപ്പുറത്ത് കൊണ്ട് ഇറക്കി തരും. അപ്പൊ നാട്ടിനും ഗുണമില്ല, ആ വ്യക്തിക്കും ഗുണമില്ല. ഇതാണ് ചിലപ്പോൾ യോഗിമാർക്ക് സംഭവിക്കുന്നത്. പക്ഷെ നമ്മള് മഹാദേവനെ യോഗിയായിട്ടല്ലേ കാണുന്നത്. ഏറ്റവും ഉയർന്ന വൈഷ്ണവനാണ് അത് നമ്മളിപ്പോ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ആധ്യാത്മിക ജ്ഞാനവും അത് സ്പിരിച്വാലിറ്റിയും നമ്മുടെ ഭക്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരും. മഹാദേവൻ വന്നിട്ട് യോഗിയല്ല, ഭക്തൻ തന്നെയാണ്. അതുകൊണ്ടാണ് വൈഷ്ണവൻ എന്ന് പറയുന്നത്. വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ പരദുഃഖ ദുഃഖി. വൈഷ്ണവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തൻ. അതാണ് വിഷ്ണുയുടെ ഭക്തന്മാരെയാണ് വൈഷ്ണവ എന്ന് പറയുന്നത്. അപ്പൊ തന്നെ ആ വൈഷ്ണവൻ എന്നുള്ള പേര് വൈഷ്ണവാനാം യഥാ ശംഭു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ട് അദ്ദേഹം വൈഷ്ണവനാണ്, വിഷ്ണുയുടെ ഭക്തനാണ് എന്നൊക്കെ. ഹരേ കൃഷ്ണ. പക്ഷെ നമ്മള് കൃഷ്ണാവബോധത്തിൽ വരുന്നതിന് മുൻപ് കേട്ടിട്ടുള്ളത് ഏറ്റവും ആദിയോഗി എന്നൊക്കെയാണല്ലോ ഭഗവാൻ മഹാദേവനെ കുറിച്ച് പറയാറുള്ളത്. കൃഷ്ണനെ തന്നെ യോഗേശ്വര എന്ന് പറയും, യോഗികളുടെ ഈശ്വരൻ എന്ന് പറയും അല്ലെ. അപ്പോ കൃഷ്ണൻ യോഗികളുടെ ഈശ്വരനാണ്. എല്ലാ യോഗസിദ്ധി എല്ലാവർക്കും ഉണ്ടാകും. യോഗസിദ്ധി ഒരു കാര്യമല്ല, അതൊരു വലിയ ക്വാളിറ്റി അല്ല. ഓക്കെ, ചിലപ്പോൾ ഭക്തന്മാർക്ക് പോലും വെള്ളത്തിന്റെ പുറത്ത് നടക്കാൻ പറ്റും. പക്ഷെ ഭക്തന്മാരൊന്നും കാണിച്ചിട്ട് നടക്കാറില്ല. ഭക്തന്മാർക്ക് ഒരുപാട് ക്വാളിറ്റികൾ ഉണ്ടാവും. ഇതുപോലെ അവര് വിചാരിക്കുന്ന കാര്യം നടക്കും, അവര് മനസ്സിൽ വിചാരിക്കുന്ന വേറൊരാൾക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം മൈൻഡ് റീഡർ ആയിരിക്കും ഭക്തന്മാര്. പക്ഷെ ഭക്തന്മാരെ അങ്ങനെ പുറത്ത് പറയാറില്ല. ഇതൊന്നും യൂസ്ലെസ് ആണ്, ഇതിനൊന്നും പ്രയോജനമില്ല. നമുക്ക് എന്താ പ്രയോജനം? കൃഷ്ണനാമം ജപിച്ച് കൃഷ്ണന്റെ അടുത്ത് തിരിച്ചു പോകാം. ഒരാളെ കൃഷ്ണന്റെ അടുത്ത് തിരിച്ചു പോകാൻ എത്തിച്ചാൽ സക്സസ് ആണ് നമ്മുടെ ലൈഫ് അല്ലെ. കാരണം അത് ആർക്കും ചെയ്യാൻ പറ്റും. മഹാദേവൻ പറയുന്നുണ്ട് മുക്തിപ്രദാത സർവേഷാം വിഷ്ണുർ ദേവന സംശയ. വേറെ എന്തെങ്കിലും ഭൗതികമായിട്ട് ചോദിച്ചാൽ മഹാദേവന് തരാൻ സാധിക്കും. പക്ഷെ മുക്തി തരണമെങ്കിൽ സർവേശ്വരനായ വിഷ്ണുവിന് മാത്രമേ സാധിക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ അത് വിഷ്ണു ഭക്തിയിൽ മാത്രമേ സാധിക്കൂ.
ഹരേ കൃഷ്ണ. അപ്പൊ മനസ്സിലാക്കേണ്ടത് പ്രഭുജി, ആധ്യാത്മിക ജ്ഞാനവും ഭക്തിയും അത് രണ്ടും രണ്ട് തന്നെയാണ് അല്ലേ പ്രഭുജി? ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഭക്തിക്ക് വേണ്ടിയിട്ടും ആധ്യാത്മിക ജ്ഞാനമുണ്ട്, അല്ല ഇതുപോലെ സിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടും ജ്ഞാനം ഉണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ഭഗവാന്റെ സേവകനാണ് എന്നുള്ള ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. ഹരേ കൃഷ്ണ. ക്ലിയർ ആയി. മല്ലിക മാതാജി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ജനിക്കുമ്പോ എല്ലാരും ശൂദ്രരാണ്, നമ്മുടെ ക്വാളിറ്റി കൊണ്ടാണ് ബ്രാഹ്മണിക്കലാവണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മള് ഒരു ഡിവോട്ടി കറക്റ്റ് ആയിട്ട് യമനിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്, സർവീസ് ചെയ്യുന്നുണ്ട്, ജപിക്കുന്നുണ്ട്, എല്ലാം ഒരു പ്യുവർ ഡിവോട്ടി ആണെന്ന് വെച്ചോ. അപ്പം ആ ഡിവോട്ടിക്ക് ഈ നമ്മുടെ സെക്കൻഡ് ഇനിഷ്യേഷൻ നിർബന്ധമാണോ, അഥവാ അതില്ലാതെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? തീർച്ചയായും സെക്കൻഡ് ഇനിഷ്യേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ഇല്ല. നമുക്ക് ഹരിനാമ ഇനിഷ്യേഷൻ മാത്രം മതിയാവും ഭഗവാന്റെ അടുത്ത്. കാരണം ഹരിനാമ ഇനിഷ്യേഷനിൽ തന്നെ ഗുരു നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനപ്പുറം ഇനിയൊരു ദീക്ഷ വേണ്ട. പിന്നെ എന്തിനാണ് ഒരു സെക്കൻഡ് ഇനിഷ്യേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയാണ്. ഒന്ന്, നമ്മുടെ അച്ഛൻ കുഞ്ഞ് വളർന്നു വരുന്നതേ ഉള്ളൂ, 1 വയസ്സായ കുട്ടിയാണെങ്കിൽ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. ഓക്കെ, അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. അത് സേഫാണ്. കാരണം അത് ടക്കനെ കാല് തെറ്റി വീണാല് അത് കയ്യിൽ തൂങ്ങിക്കിടക്കും, അത് വീഴില്ല, അതിനൊന്നും സംഭവിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? കൈ പിടിച്ചുകൊണ്ട് നടക്കാം. എന്നാൽ കുട്ടി ഇത്തിരി വലുതായ എന്ന് പോയാൽ, ഒരു 10-20 വയസ്സായാൽ പിന്നെ കൈ പിടിച്ചിട്ട് നടക്കില്ല, അത് സ്വന്തമായിട്ട് നടക്കും, അവരും വിട്ടേക്കും. അതുപോലെ കുറച്ച് ഡിവോഷണലി അല്ലെങ്കിൽ ശാസ്ത്രമൊക്കെ പഠിച്ച വ്യക്തി ഒരു ക്വാളിറ്റി, ക്ലീൻലിനെസ് അല്ലെങ്കിൽ ടോളറൻസ്, ഈ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി പറയുന്ന 9 കാര്യങ്ങളും ഒരാൾക്ക് അത് ഉണ്ടെങ്കിൽ അവർ വളർന്ന ആൾക്കാരാണ്. പിന്നെ അവർക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അവസ്ഥ. അതുകൊണ്ട് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ ഹരിനാമ ദീക്ഷ മാത്രം മതി, സെക്കൻഡ് ദീക്ഷ വേണമെന്ന്. സെക്കൻഡ് ദീക്ഷ മെയിനായിട്ട് പൂജ ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റിയാണ്. അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് അവർക്ക് പൂജയ്ക്കുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. വിബ്ര എന്ന് പറയുന്നില്ലേ, വേദം പഠിക്കുന്ന വ്യക്തിയെ വിബ്ര എന്ന് പറയും. ബ്രഹ്മജ്ഞാനാതിഥി ബ്രാഹ്മണ. പക്ഷെ വൈഷ്ണവരെ എല്ലാവരും ബ്രാഹ്മണനേക്കാളും ഉയരെയാണ്. കാരണം എന്തുകൊണ്ട്? ഈ കംപ്ലീറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വൈഷ്ണവർ ഫോളോ ചെയ്യുന്നു, പ്ലസ് കൃഷ്ണനെയും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു, കൃഷ്ണനെയും ശരണം പ്രാപിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് ബ്രാഹ്മണനേക്കാൾ മേലെയാണ് വൈഷ്ണവർ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. അടുത്ത ക്ലാസ് നോക്കാം. വാഞ്ചകൽപതരുഭ്യസ്യ കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ आनंदकोटि वैष्णव वृंद की जय। श्रील प्रभुपाद की जय। गुरु हरे कृष्ण। श्रील प्रभुपाद की जय। हरे कृष्ण प्रभु जी। हरे कृष्णा। हरे कृष्णा कृष्णा। हरे कृष्णा प्रभु जी। हरे स्वाहा हरे 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 राम Oye,